morning. Today we are discussing the topic energy from biomass. ആദ്യം ബയോമാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. It is the organic matter produced from plants and animals and which can be used for energy production. അതായത് സസ്യങ്ങളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നോ കിട്ടുന്ന എന്തൊരു വേസ്റ്റ് മെറ്റീരിയൽ, എന്ത് മെറ്റീരിയലും ആ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബയോമാസ് എന്ന് നമുക്ക് പറയാം. അത് ഏതൊക്കെയാണെന്ന് തൊട്ടടുത്ത സ്ലൈഡിൽ പറയാം. അതിനു മുമ്പ് യു നോ ദാറ്റ് ഈ ബയോമാസ് നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? എനർജി ഉണ്ടാക്കണം. സോ വി ക്യാൻ ഡിറൈവ് എനർജി ഫ്രം ദിസ് ബയോമാസ്. അപ്പോൾ ഈ ബയോമാസിൽ നിന്ന് കിട്ടുന്ന എനർജി എവിടെ നിന്നാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്ലി യു നോ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ എനർജി ഫോട്ടോസിന്തസിസ് ഉപയോഗിച്ച് എന്ത് സംഭവിക്കുന്നു? സസ്യങ്ങൾ അത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു, അല്ലേ? അതല്ലെങ്കിൽ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം. കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വാട്ടറും സോളാർ എനർജിയുടെ പ്രസൻസിൽ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ആ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നത് ഇതിൽ നിന്നാണ്, ഗ്ലൂക്കോസിൽ നിന്നാണ്. ഈ ഗ്ലൂക്കോസിൻ്റെ പല മുഖാന്തരങ്ങളിലുള്ള പല രൂപങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സസ്യങ്ങളിൽ നിന്ന് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ മീൻസ് എല്ലാ ആനിമൽസും നമ്മൾ മനുഷ്യന്മാരെല്ലാം കഴിക്കുന്നത്. അവിടെ നിന്നാണ് ആർക്ക് കിട്ടുന്നത്? ആനിമൽസിനും മനുഷ്യന്മാർക്കും വേണ്ട എനർജി കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്ലാന്റ്സും ആനിമൽസും കുറേ കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന റെസിഡ്യൂസിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? ബയോമാസ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എന്താ? പ്ലാന്റ് എനർജി എടുക്കുന്നത് എവിടെ നിന്നാണ്? സണ്ണിൽ നിന്നാണ്. സോളാർ എനർജിയാണ്. അതായത് ഫോട്ടോസിന്തസിസ് മുഖാന്തരം സോളാർ എനർജി പ്ലാന്റ് എന്താക്കി വയ്ക്കുന്നു? ബയോളജിക്കൽ എനർജിയാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ആ എനർജിയാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ബയോമാസിൽ നിന്ന് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? മറ്റേ എനർജി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ബയോമാസിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഒറിജിനലി അത് വരുന്നത് എവിടെ നിന്ന് തന്നെയാണ്? സോളാർ എനർജിയിൽ നിന്നാണ്. സാധാരണ എനർജി രൂപങ്ങൾ പോലെ തന്നെ. അപ്പോൾ ഏതൊക്കെയാണ് ബയോമാസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചില എക്സാമ്പിൾസ്. സോളിഡ് ഫോമിൽ ബയോമാസ് ഉണ്ട്, ലിക്വിഡ് ഫോമിൽ ബയോമാസ് ഉണ്ട്, ഗ്യാസസ് ഫോമിലുണ്ട് ബയോമാസ്. സോളിഡ് ഫോമിലുള്ള ബയോമാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വുഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മരക്കഷ്ണം, നമ്മൾ അല്ലെങ്കിൽ വിറക്, നമ്മൾ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറക്, അതെന്താണ്? ഒരു ബയോമാസാണ്, ഇസ്ന്റ് ഇറ്റ്? അതെന്താണ്? പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിഡ്യൂ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? തീ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കത്തിക്കാൻ. അത് വെച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അതായത് അതിൽ നമുക്ക് എനർജി കിട്ടും. സോ ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ബയോമാസ്. പിന്നെ അഗ്രികൾച്ചറൽ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷി കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽ, അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് വൈക്കോൽ എന്ന് പറയുന്നത്, അല്ലേ? അതായത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നെല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സാധനത്തിനാണ് വൈക്കോൽ എന്ന് പറയുന്നത്. ഈ വൈക്കോൽ എന്ത് ചെയ്യുക? കത്തിക്കാൻ ഉപയോഗിക്കാം. അതെന്താണ്? ഒരു ബയോമാസാണ്. പിന്നെ അതുപോലെ മുനിസിപ്പൽ റെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്ത് കളയുന്ന, അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പുറത്ത് കഴിയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, അതും എന്താണ്? അതും നമുക്ക് വേണമെങ്കിൽ എനർജി ഉണ്ടാക്കാൻ പറ്റും. അത് എന്ന് പറയുന്ന ഒരു സോളിഡ് ഫോം ഓഫ് ബയോമാസാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ലിക്വിഡ് ഫോം എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ്. അതായത് വെജിറ്റബിളിൽ നമുക്ക് കിട്ടുന്ന എണ്ണ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് കത്തിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വിളക്ക് കത്തിക്കാം. അതുപോലെ എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാം. അപ്പോൾ അതും എന്താണ്? ഒരു ലിക്വിഡ് ഫോം ഓഫ് ബയോമാസ് ആണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ മെറ്റീരിയൽ അല്ല, അതിൽ നിന്ന് നമുക്ക് ഫെർമെൻറ്റേഷൻ നടത്തി നമുക്ക് എത്തനോളും മെത്തനോളും ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉണ്ടാക്കാം. നല്ല എക്സാമ്പിളാണ് വൈൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന മുന്തിരിയിൽ നിന്നും മറ്റും നമുക്കതിൽ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതോടെ ഫെർമെൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കാം. അപ്പോൾ അതിലുണ്ടാക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് മാക്സിമം ഒരു 20% വരെയൊക്കെ ആൽക്കഹോൾ ഉണ്ടാവുള്ളൂ. അതിനെ ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% പ്യൂറായിട്ടുള്ള ആൽക്കഹോൾ കിട്ടും. ഈ ആൽക്കഹോൾ ഉപയോഗിച്ച് നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം. അത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? എനർജി ഈ ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതും ഒരെന്താണ്? ബയോമാസിന് എക്സാമ്പിളാണ്. പിന്നെ ഗ്യാസ് ഫോമിൽ എന്തുണ്ട്? ബയോമാസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ബയോഗ്യാസും ഫ്യൂവൽ ഗ്യാസും. അതായത് ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചാണകത്തിൽ നിന്നും മറ്റ് അഗ്രികൾച്ചറൽ വേസ്റ്റിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു പോകും. അതുപോലെ തന്നെ മറ്റൊരു ഗ്യാസ് ഫോമാണ് ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂവൽ ഗ്യാസും ബയോഗ്യാസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു തെർമൽ ഡീഗ്രഡേഷൻ ഓഫ് ബയോമാസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഗ്യാസിഫയർ ഇതിനെപ്പറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കുകയും ചെയ്യും.
ഇപ്പോൾ സാധാരണ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് നമ്മളങ്ങനെ വലിയ ചൂടുണ്ടാക്കിയിട്ട് ചൂട് കൊടുത്തിട്ടൊന്നുമില്ല ബയോഗ്യാസ് ഉണ്ടാക്കുക. ചാണകവും മറ്റ് വേസ്റ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്യാസ് ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഈ ബയോഗ്യാസിൽ കാര്യമായിട്ടുണ്ടാകുക മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും ആയിരിക്കും. ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്നത് ഈ ബയോമാസിനെ അത്യാവശ്യം നല്ല ടെമ്പറേച്ചറിൽ വെച്ച് അത് ഗ്യാസാക്കി മാറ്റി അതിൽ നിന്നാണ് നമ്മൾ ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുക. അപ്പോൾ ഈ ഫ്യൂവൽ ഗ്യാസിൽ കാര്യമായിട്ടുണ്ടാവുക മീഥേനും ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും ഒക്കെ ആയിരിക്കും എന്തിലുണ്ടാവുക, ഫ്യൂവൽ ഗ്യാസിൽ ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞു വന്നതാണ് ബയോമാസസിന് കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞത്. സോളിഡ് ഫോമിൽ ബയോമാസ് ഉണ്ട്, ലിക്വിഡ് ഫോമിലുണ്ട്, ഗ്യാസ് ഫോമിലുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ്സ് ഫോർ ഒബ്റ്റെയിനിങ് എനർജി ഫ്രം ബയോമാസ്. അപ്പോൾ ഇങ്ങനെ ബയോമാസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ബയോമാസ് എന്ന് വെച്ചാൽ എന്താ, വാട്ട് യു മീൻ ബൈ ദിസ് ബയോമാസ്? ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. അതായത് പ്ലാന്റിൽ നിന്നോ ആനിമൽസിൽ നിന്നോ കിട്ടുന്ന എന്തൊരു വേസ്റ്റിനെയും അതിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് പറയാം, ബയോമാസ് എന്ന് പറയാം. ചാണകം ഒരു ബയോമാസാണ്. അതെന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ്, ആനിമലിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ വിറക് ബയോമാസാണ്, അഗ്രികൾച്ചറൽ വേസ്റ്റ് ബയോമാസാണ്. ഇതെല്ലാം ബയോമാസാണ്. ഈ ബയോമാസിൽ നിന്ന് എങ്ങനെയൊക്കെ എനർജി ഉണ്ടാക്കാം, ഏതൊക്കെ മെത്തേഡ് വെച്ച് എനർജി ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. അതിൽ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ഒബ്റ്റെയിൻ എനർജി ഫ്രം ബയോമാസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന അനോറോബിക് ഡൈജഷനാണ്. ഈ അനോറോബിക് ഡൈജഷൻ നടത്തി കഴിഞ്ഞാലാണ് നമ്മൾ പഠിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ബയോഗ്യാസ് കിട്ടുന്നത്. പിന്നെ വേറൊരെന്ന് പറയുന്നത് പൈറോളിസിസ് ആണ്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. വേറൊരെന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ് ഓർ എത്തനോൾ ഫെർമെൻറ്റേഷൻ ആണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഗ്യാസിഫയർ. ഈ ഗ്യാസിഫയറിൽ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കുറച്ച് നേരത്തെ പറഞ്ഞ ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ കമ്പഷൻ. കമ്പഷൻ എന്ന് വെച്ചാൽ എന്താ, ഇതെന്ന് പറയുന്നത് ഈ ബയോമാസിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന ഈ കമ്പഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. ഏകദേശം എല്ലാ വീട്ടിലും കമ്പഷൻ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബയോമാസിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കമ്പഷൻ എന്ന് വെച്ചാൽ എന്താ, കത്തിക്കുക. ഇത് കത്തിക്കുക എന്ന് വെച്ചാൽ എന്താ, വെറുതെ കത്തിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്തുണ്ടാക്കാം, എനർജി ഉണ്ടാക്കാം. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കമ്പഷൻ. സോ in this case combustion we know that here condition എന്താണെന്ന് വെച്ചാൽ ഈ കമ്പഷൻ നടക്കുമ്പോൾ ഇറ്റ് റിക്വയർ ബയോമാസ് വിത്ത് മോയ്സ്ചർ കണ്ടന്റ് ലെസ് ദാൻ 15%. അതായത് 15% കുറച്ച് മോയ്സ്ചർ കണ്ടന്റ്, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് വെച്ചാൽ നീരാവിയോ വെള്ളമോ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫോം ഉള്ള ഒരു സാധനം വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പഷൻ നടത്താൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണെന്ന് നോക്കാം. അതായത് സിമ്പിളാണ്, നനഞ്ഞിരിക്കുന്ന ഒരു വിറക് എന്ത് ചെയ്യാൻ പറ്റില്ല, കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സാധാരണ കേസിൽ നമ്മളിപ്പോൾ വെറുതെ ഓല കത്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഓല എടുത്തിട്ട് 1, 2, 3 ദിവസം ഒന്ന് വെയിലത്തിട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സാധാരണ കത്തിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കമ്പഷൻ്റെ ബയോമാസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ദ മോയ്സ്ചർ കണ്ടന്റ് മസ്റ്റ് ബി വെരി ലെസ്, ദാറ്റ് മീൻസ് ലെസ് ദാൻ 15%. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസിങ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. അല്ലേ, റെസിഡൻഷ്യൽ പർപ്പസിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസിങ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആൻഡ് ഓൾസോ ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താ സംഭവിക്കുന്നത്, ഇതിൽ നിന്ന് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞ് ഈ കത്തിച്ചാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന സ്റ്റീം ഉപയോഗിച്ച് സ്റ്റീമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. അതായത് സ്റ്റീം വെച്ചിട്ട് നമുക്ക് സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ സ്റ്റീം വെച്ചിട്ടുള്ള സ്റ്റീം ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യിക്കാം. അങ്ങനെ നമുക്ക് എനർജി ഉണ്ടാക്കാം. അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇറ്റ് ഈസ് അബൌട്ട് ദ കമ്പഷൻ. ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഈസ് അനേറോബിക് ഡൈജഷൻ. ഈ അനേറോബിക് ഡൈജഷനാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, അനേറോബിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കാം എന്താണ് എന്നുള്ള. അനേറോബിക് എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ പ്രസൻസിലാവരുത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഈ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്നതാണ് ഒരു ബയോഗ്യാസ് റിയാക്ടറിൻ്റെ ഒരു പിക്ചർ. സോ ഹിയർ ദ ബയോഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഓഫ് വെറ്റ് സീവേജ് സ്ലഡ്ജ്, ആനിമൽ ഡങ്, ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അതായത് ഓക്സിജൻ്റെ ആബ്സെൻസിൽ എന്തൊക്കെ, വെറ്റ് എന്ന് വെച്ചാൽ നനഞ്ഞ സീവേജ്, അതായത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ, ആനിമൽ ഡങ് എന്ന് വെച്ചാൽ അറിയാം ചാണകമോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ആണെങ്കിൽ അവരുടെ ഡങ്, അതും പിന്നെ ഗ്രീൻ പ്ലാന്റ്സ്. ഇതിൻ്റെ എല്ലാം വേസ്റ്റിൻ്റെ ഒരു സ്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാത്തിൻ്റെയും കൂടി ഒരു കുഴമ്പ് രൂപത്തിലുള്ള സാധനം. ഇതെന്ത് ചെയ്യുന്നു, ഓക്സിജൻ്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയ അതിനെന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിൽ നിന്ന് ഗ്യാസസ് പുറത്തു വരും. ആ ഗ്യാസസിനെയാണ് നമ്മൾ എന്ന് പറയുക, ബയോഗ്യാസ് എന്ന് പറയുക. അപ്പോൾ ഒന്നും കൂടി നമ്മൾ പറയുന്നു,
സ്ലെറി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടി ഒരു കുഴമ്പ് രൂപത്തിലുള്ള സാധനത്തിനാണ് നമ്മൾ സ്ലെറി എന്ന് പറയുക. അപ്പോൾ അതായത് പശുവിൻ്റെ ചാണകവും അല്ലെങ്കിൽ എരുമ അങ്ങനെയുള്ള ഏതെങ്കിലും ജീവിയുടെ വേസ്റ്റ്, ആ ചാണകവും, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അഗ്രികൾച്ചറൽ വേസ്റ്റും, ഇവയുടെ ആ ഒരു സ്ലെറിയിൽ എന്താ സംഭവിക്കുക, ഓക്സിജൻ്റെ ആബ്സെൻസിൽ ബാക്ടീരിയ അവയെ ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നു, ഗ്യാസ് ഉണ്ടാക്കുന്നു. ഈ ഗ്യാസിനെയാണ് നമുക്ക് ബയോഗ്യാസ് എന്ന് പറയാം. അപ്പോൾ ഈ അനേറോബിക് ഡൈജഷൻ ഒന്ന് സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതൊന്ന് സ്പീഡപ്പ് ചെയ്യും. ആൻഡ് ഒരു സ്റ്റിറർ ഉണ്ടെങ്കിലും അതൊന്ന് സ്പീഡിൽ നടക്കും. സ്റ്റിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റിററോ, പിന്നെ ടാങ്ക് എപ്പോഴും എയർ ടൈറ്റ് ടാങ്ക് ആയിരിക്കും. കാരണം എന്താ, ഇത് നമ്മൾ പറഞ്ഞു ഇവിടെ നടക്കുന്ന അനേറോബിക് ഡൈജഷനാണ്. അനേറോബിക് ഡൈജഷൻ എന്ന് വെച്ചാൽ എന്താ, ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണ് നടക്കുന്നത്. അപ്പോൾ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ നടക്കുന്നതെന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് കയറരുത്, എയർ കയറരുത്. അതുകൊണ്ടാണ് നമ്മൾ എയർ ടൈറ്റ് ടാങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എയർ ടൈറ്റ് ടാങ്കിൻ്റെ ഉള്ളിൽ ഇത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ബാക്ടീരിയ അതിന് ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയാൻ കാരണം, ബാക്ടീരിയ അതിനൊന്ന് ഡൈജസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. ബാക്ടീരിയ ആ സാധനത്തിനെ എന്ത് ചെയ്യുന്നു, ആ ചാണകം അതുപോലെയുള്ള സാധനത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഗ്യാസ് ഡീകമ്പോസ് ചെയ്ത് ഗ്യാസസ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, അനേറോബിക് ഡൈജഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഒന്ന് ടെമ്പറേച്ചർ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വേഗത്തിൽ ഇത് നടക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റിറർ വെച്ച്, സ്റ്റിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കാനുള്ള സാധനം, അതിൻ്റെ ഉള്ളിൽ ഇളക്കി കഴിഞ്ഞാൽ ഇത് കുറച്ച് വേഗത്തിൽ നടക്കും. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും മെല്ലെ നടന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന എന്താ, ഗ്യാസസ് പുറത്തു വരും അല്ലേ. ഈ ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസ് നമുക്കത് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കെന്ത് ഉപയോഗിക്കാൻ പറ്റും, ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എന്ത് ചെയ്യാം, ഗ്യാസ് സ്റ്റൗവിലേക്ക് ഇത് വേണമെങ്കിൽ പമ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ദ ഗ്യാസ് കളക്ട്സ് ഫ്രം ദ ഡൈജസ്റ്റർ ടാങ്ക്. ഡൈജസ്റ്റർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിനെയാണ് നമ്മൾ ഡൈജസ്റ്റർ ടാങ്ക് എന്ന് പറയുന്നത്. എബോവ് ദ സ്ലെറി, ആ സ്ലെറിയുടെ മുകളിലുള്ള ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ പൈപ്ഡ് ഓഫ് കണ്ടിന്യൂസ്ലി, എന്ത് ചെയ്യാം, ഒരു പൈപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റൗവിലേക്ക് നേരെ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെന്ത് ചെയ്യാം, കത്തിക്കുകയും ചെയ്യാം. പണ്ട് കാലത്ത് പല വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പശുവുള്ള വീടുകൾ കമ്പാരിറ്റീവ്ലി പശുവിൻ്റെ നമ്പർ കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് ഇതങ്ങനെ അധികം കാണാറില്ല. പണ്ടൊക്കെ എൻ്റെ അമ്മയുടെയൊക്കെ ചേച്ചിമാരുടെയൊക്കെ വീട്ടിൽ, അനിമാരുടെയൊക്കെ വീട്ടിൽ, മിക്കവരുടെയും വീട്ടിൽ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പശുക്കളൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ അത് അവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഈ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഗ്യാസ് പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ കുറച്ച് വേസ്റ്റും ഉണ്ടാവും. എല്ലാം ഗ്യാസായി മാറിക്കോണമെന്നില്ല. അങ്ങനെ കിട്ടുന്ന റെസിഡ്യൂവിനെ നമുക്ക് എന്ത് ചെയ്യായിട്ട് ഉപയോഗിക്കാം, നല്ലൊരു വളമായി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അനേറോബിക് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറയുന്നത് സത്യത്തിൽ അത്യാവശ്യം സ്ഥലമുള്ള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്ഥലമുള്ളൊരു വീടും അതുപോലെ തന്നെ പശുവൊക്കെ ഉള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ എക്കണോമിക്കലായിട്ടുള്ളൊരു പരിപാടിയാണ് അല്ലേ. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി, ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കാം. മാത്രമല്ല അതിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ റെസിഡ്യൂ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നമുക്ക് വളമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അനേറോബിക് ഡൈജഷൻ എന്ന് പറയുക. അപ്പോൾ ബയോമാസിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞത് അനേറോബിക് ഡൈജഷൻ. അനേറോബിക് ഡൈജഷൻ എന്ന് വെച്ചാൽ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. അതായത് കൗടങ്ങ് അങ്ങനത്തെ വേസ്റ്റൊക്കെ ഒരു ടാങ്കിലേക്ക് ഇടുന്നു. ആ ടാങ്കിൽ ബാക്ടീരിയ അതിനെ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അതിൽ ഗ്യാസസും പ്രൊഡ്യൂസ് ചെയ്യും. അതിനല്ലാതെ കുറച്ച് ഡീകമ്പോസ് ചെയ്താൽ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് സോളിഡ് മെറ്റീരിയലും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഈ സോളിഡ് വേസ്റ്റ് എന്തിനായിട്ട് ഉപയോഗിക്കാം, ഫെർട്ടിലൈസേഴ്സിനായിട്ട് ഉപയോഗിക്കാം. സോ ഇറ്റ് ഈസ് അബൌട്ട് ദ അനേറോബിക് ഡൈജഷൻ. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് പൈറോളിസിസ്. ഈ പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അനേറോബിക് ഡൈജഷൻ നമ്മൾ സാധാരണ ടെമ്പറേച്ചറിലാണ് നടത്തിയത്. വേണമെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുമെന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും നമ്മൾ അനേറോബിക് ഡൈജഷൻ നടത്തിയത് എന്താണ്, സാധാരണ ടെമ്പറേച്ചറിലാണ്. പക്ഷേ ഈ പറഞ്ഞ ഡൈജഷൻ അല്ലെങ്കിൽ അനേറോബിക് പ്രോസസ്സ് അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പൈറോളിസിസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ അനേറോബിക് ഡൈജഷനിൽ ആരാ ഉണ്ടായത്, ബാക്ടീരിയ ആണ് ഇത് ഡീകമ്പോസ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, പൈറോളിസിസ് എന്താണെന്ന് വായിച്ചു നോക്കാം. പൈറോളിസിസ് ഈസ് ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ അറ്റ് എലവേറ്റഡ് ടെമ്പറേച്ചർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്,
അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്ത് ഇതേപോലെ തന്നെ ഗ്യാസസോ ലിക്വിഡോ ആയി മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുക പൈറോളിസിസ് എന്ന് പറയുക. ഇപ്പോൾ പൈറോളിസിസും അനേറോബിക് ഡൈജഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അനേറോബിക് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ആണ്. ബാക്ടീരിയ ആണ് അതിനെ മറ്റ് ഗ്യാസസ് ആയി മാറ്റുന്നത്. പൈറോളിസിസിൽ എന്താ സംഭവിക്കുന്നത്, ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചറിലാണ്, ഹൈ ടെമ്പറേച്ചറിൽ തെർമൽ ഡീകമ്പോസിഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബയോമാസ് എന്ന് പറയുന്ന ആ വേസ്റ്റ് മെറ്റീരിയലിൽ എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞ ഹൈ ടെമ്പറേച്ചറിൽ അത് ഡീകമ്പോസ് ചെയ്തിട്ട്, അത് ആബ്സെൻസ് ഓഫ് എയറിലാണ് നടക്കുന്നത്, ഡീകമ്പോസ് ചെയ്തിട്ട് മറ്റ് ഫ്യൂൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ പൈറോളിസിസ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്യൂൽ അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സോളിഡ് ആവാം, ചിലപ്പോൾ ലിക്വിഡ് ആവാം, ചിലപ്പോൾ എന്താവാം, ഗ്യാസസ് ഫ്യൂൽ ആവാം. ഗ്യാസസ് ഫ്യൂൽ എന്ന് പറയുന്ന മീഥേനും കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ചിലപ്പോൾ കിട്ടാം. അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ആൽക്കഹോൾസ് വേണമെങ്കിൽ നമുക്ക് കിട്ടാം. അപ്പോൾ എന്തും ഇതിൽ നിന്ന് കിട്ടുന്ന പൈറോളിസിസ് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനെയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മെറ്റീരിയലിൻ്റെയും അനുസരിച്ച് അങ്ങനെ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സോളിഡോ ലിക്വിഡോ ഗ്യാസസോ ആവാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പൈറോളിസിസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഗ്യാസിഫയർ. ഗ്യാസിഫയർ എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റിനെ ഡയറക്റ്റ് ഗ്യാസായി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാസിഫയർ അല്ലെങ്കിൽ ഗ്യാസിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ അവിടെ നിന്നാണ് രണ്ട് തരത്തിലുള്ള ഗ്യാസ് പ്രൊഡക്ട്സ് ഉണ്ടാവാം. ഫ്യൂവൽ ഗ്യാസ്, ബയോഗ്യാസ് എന്ന് പറയുന്ന രണ്ട് ബയോമാസസ്, ഗ്യാസസ് ഫോമിലുള്ള രണ്ട് ബയോമാസസിനെ പറ്റി പറഞ്ഞിരുന്നു, ഫ്യൂവൽ ഗ്യാസും ബയോഗ്യാസും. ബയോഗ്യാസ് എന്ന് പറയുന്നത് നമുക്കറിയാം അനേറോബിക് ഡൈജഷൻ ഉണ്ടാകുന്നതാണ്. ഫ്യൂവൽ ഗ്യാസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കുക. അതാണ് ഈ ഗ്യാസിഫയർ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാസിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സോളിഡ് ഫ്യൂവൽസ് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറുന്നത്, ഈ സോളിഡ് ബയോമാസ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസസ് ആയി മാറുന്നതിനെയാണ്, ഗ്യാസസ് ഫ്യൂലായി മാറുന്നതിനെയാണ് നമ്മൾ ഗ്യാസിഫയർ എന്ന് പറയാം. അപ്പോൾ ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് വെൻ ടെമ്പറേച്ചർ ഈസ് വെരി മച്ച് ഹയർ. അതായത് ഏകദേശം ഒരു 700 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ബയോമാസ് അല്ലെങ്കിൽ സോളിഡ് ബയോമാസ് ഡയറക്റ്റ് എന്തായിട്ട് മാറുന്നത്, ഗ്യാസസ് ഫ്യൂലായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് എ പാർഷ്യൽ കമ്പഷൻ ഓഫ് ബയോമാസ്. അതായത് പാർഷ്യൽ കമ്പഷൻ ഓഫ് ബയോമാസ്. പാർഷ്യൽ കമ്പഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജനും മറ്റും കൊടുത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് കമ്പഷൻ കത്തിക്കുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ കമ്പഷൻ എന്ന് പറയാം. കൺട്രോൾഡ് കമ്പഷനാണ്, അല്ലാതെ വെറുതെ കത്തിക്കുന്ന പോലെ കത്തിക്കുകയല്ല. നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ ആവശ്യമുള്ള അത്ര ലിമിറ്റിൽ മാത്രമേ അത് കത്താൻ പാടുള്ളൂ. അതിനാണ് നമ്മൾ പാർഷ്യൽ കമ്പഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പാർഷ്യൽ കമ്പഷൻ, ഈ ബയോമാസ് മെറ്റീരിയൽ പാർഷ്യൽ കമ്പഷൻ നടത്തിയിട്ടാണ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്യാസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെ ഔട്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡോ കാർബൺ മോണോക്സൈഡോ മീഥേനോ വാട്ടർ വേപ്പറോ ഒക്കെ ആവാം ഇതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ബയോമാസിനെ നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ച് ഡയറക്റ്റ് എന്താക്കി മാറ്റുന്നു, ഗ്യാസ് ഫ്യൂൾസാക്കി മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്യാസിഫയർ എന്ന് പറയുക. ഈ പറഞ്ഞ പരിപാടി നടക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ ഗ്യാസിഫയർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡും കൂടിയുണ്ട്, അതിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. ഫെർമെൻറ്റേഷൻ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഫെർമെൻറ്റേഷൻ മീൻസ് എത്തനോൾ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗർ കെയിൻ സൊല്യൂഷൻ, വീറ്റ് ഗ്രെയിൻ, പൊട്ടറ്റോസ് എക്സെട്ര വിത്ത് ഈസ്റ്റ്. അതിൽ 2 തെറ്റ് വന്നിട്ടുണ്ട്. അതായത് ഷുഗർ കെയിൻ എന്ന് എഴുതിയാണ്, CAN അല്ല CANE ആണ്, ആ സ്പെല്ലിംഗ് ഒന്ന് മാറ്റുക. പിന്നെ ലാസ്റ്റ് വിത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് EAST, ആ ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്കുന്നതാണ്, അതെല്ലാം ഉപയോഗിച്ചത് YEAST ഈസ്റ്റ് എന്ന് പറയുന്ന ഈസ്റ്റാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താ, ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈസ്റ്റ് ഉപയോഗിച്ച് ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പൊട്ടറ്റോയോ അല്ലെങ്കിൽ വീറ്റ് ഗ്രെയിനോ അതല്ലെങ്കിൽ ഷുഗർ കെയിൻ സൊല്യൂഷനോ അതല്ലെങ്കിൽ മുന്തിരിയോ എന്തോ ആയിക്കോട്ടെ, അതിനെന്ത് സംഭവിക്കും, ഫെർമെൻറ്റേഷൻ അതിൻ്റെ ഉള്ളിൽ നടന്ന് എന്തായിട്ട് മാറും, ആൽക്കഹോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, എത്തനോളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ലിക്വിഡ് സൊല്യൂഷൻ ഈ ഫെർമെൻറ്റേഷൻ മുഖാന്തരം ഒരു 6 മുതൽ 10 മാക്സിമം ഇപ്പോൾ വൈനൊക്കെ ഒരു 10-20 ദിവസം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും മാക്സിമം ഒരു 25% വരെ ആൽക്കഹോൾ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 25% ആൽക്കഹോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എനർജി അതിൽ നിന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫെർമെൻറ്റേഷൻ നടത്തി എടുത്ത ഈ സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ 100% ആൽക്കഹോൾ അവൈലബിൾ ആവും. ഈ ആൽക്കഹോൾ എന്ത് ഉപയോഗിക്കാം, കത്തിക്കാൻ ഉപയോഗിക്കാം, ഇതും നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം.
അതിനാണ് നമ്മളോട്. അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മുഖാന്തിരം നമുക്ക് എന്ത് ചെയ്യാം, ബയോമാസിൽ നിന്ന് വി ക്യാൻ പ്രൊഡ്യൂസ് ആൽക്കഹോൾസ് ആൻഡ് ദിസ് ആൽക്കഹോൾസ് ക്യാൻ ബി യൂസ് ടു പ്രൊഡ്യൂസ് എനർജി. അപ്പോൾ ഇതാണ് നമുക്ക് ബയോമാസിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബയോമാസിൽ നിന്ന് എനർജി ഉണ്ടാക്കാനുള്ള വ്യത്യസ്ത മെത്തേഡുകളാണ് പറഞ്ഞത്. ഒന്ന് കമ്പഷൻ, അതായത് കത്തിക്കുക, മറ്റൊന്ന് അനേറോബിക് ഡൈജഷൻ, അതായത് ബാക്ടീരിയയുടെ പ്രസൻസിൽ നടക്കുന്നതാണ് ഇവിടെ അനേറോബിക് ഡൈജഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബയോഗ്യാസും അതുപോലെ തന്നെ ഫെർട്ടിലൈസിങ് റെസിഡ്യൂസും ആയിരിക്കും. പിന്നുള്ള ഒന്ന് പൈറോളിസിസ് ആണ്. പൈറോളിസിസ് നടക്കുന്നത് തെർമൽ ഡീകമ്പോസിഷനാണ് നടക്കുന്നത്. അതൊരു 400 മുതൽ 500 വരെ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് നടക്കാറ്. അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയും അതുപോലെ എന്താണോ നമ്മൾ പൈറോളിസിസിന് വിധേയമാക്കുന്നത്, അപ്പോൾ കൗഡങ്ങാണോ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വുഡ് വേസ്റ്റ് ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോ ആണോ, അതല്ലെങ്കിൽ മുനിസിപ്പൽ റെഫ്യൂസ് ആണോ, എന്താണോ എന്നനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താവാം, സോളിഡ് മെറ്റീരിയൽ ആവാം, അതായത് സോളിഡ് ഫ്യൂൽ ആവാം, ലിക്വിഡ് ഫ്യൂൽ ആവാം, അല്ലെങ്കിൽ ഗ്യാസസ് ഫ്യൂലോ ആവാം. പിന്നെ വേറെ ഒരെണ്ണം പറഞ്ഞതാണ് ഗ്യാസിഫയർ. ഗ്യാസിഫയർ എന്ന് പറയുന്നത് വളരെ ഹയർ ടെമ്പറേച്ചറിൽ 70 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബയോമാസിനെ ഡയറക്റ്റായിട്ട് ഗ്യാസ് ഫ്യൂലായി മാറ്റുന്നതിനെയാണ് നമ്മൾ ഗ്യാസിഫയർ എന്ന് പറയുക. ഇതിൽ നിന്നാണ് നമുക്ക് ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നത്. പിന്നെ വേറെ ഒരെണ്ണം പറഞ്ഞാൽ ഫെർമെൻറ്റേഷനാണ്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇവിടെ ഫെർമെൻറ്റേഷൻ മുഖാന്തിരം നമുക്ക് എന്ത് കിട്ടുന്നു, ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫെർമെൻറ്റേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു, വി ആർ ഗെറ്റിംഗ് ആൽക്കഹോൾസ്. ഈ ആൽക്കഹോൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കത്തിക്കാനോ മറ്റ് എനർജി പ്രൊഡക്ഷനോ വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് നിങ്ങൾക്ക് ബയോമാസിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.